ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കേരളത്തിൽ നിന്ന് നേരെ കർണാടകയിലേക്ക് പോവുകയാണ്. അവിടെ ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഫാമേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ജീവിതത്തിൽ ഇങ്ങനൊരു കൂട്ടായ്മയിൽ പോയി പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും കേരളം വിട്ട് അതർ സ്റ്റേറ്റുകളിൽ പോയിട്ട് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാണ്. സത്യം, നമ്മളൊരു ബാംഗ്ലൂർ ടൂർ പോകാൻ തന്നെ നമുക്ക് പേടിയാണ്. പല പ്രശ്നങ്ങളും നമുക്കെതിരെയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്കതൊക്കെ ഒരു പേടിയുണ്ട്. അപ്പം ആ പേടിയൊക്കെ മാറ്റാൻ, അതായത് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഫ്രഷ് മണ്ണ് കിട്ടാൻ ലഭ്യത കുറവുണ്ട്. അത് കൃഷി സംബന്ധമായിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ലേബേഴ്സിനും കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ കിട്ടും, ഹൈ ചാർജാണ്. അപ്പോൾ എല്ലാവരും കർണാടകയിലൊക്കെ പോയി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപ്പായിട്ട് 100 ഏക്കർ 300 ഏക്കറൊക്കെ നിരപ്പായിട്ട് കിട്ടാൻ അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് കുറേ പേര് പിന്നെ കർണാടകയിലൊക്കെ പോയിട്ട് കൃഷി ചെയ്യുന്നത്. കർണാടക, തമിഴ്നാട്, ഗോവ ഈ സ്ഥലത്തൊക്കെ പോയിട്ട് കൃഷി ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമുക്ക് അവിടുത്തെ മണ്ണിനെ കുറിച്ച് അറിയില്ല, അവിടുത്തെ വെള്ളത്തിനെ കുറിച്ച് അറിയില്ല, അവിടുത്തെ ലോക്കൽസിനെ കുറിച്ച് അറിയില്ല, പിന്നെ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളെ അറിയില്ല. അപ്പം നമ്മളവിടെ പോയി പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം കർണാടകയിലും ഈ തമിഴ്നാടും ഗോവയിലൊക്കെ രൂപീകരിച്ച മലയാളി കൂട്ടായ്മ രൂപീകരിച്ച കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട്, UFPA. അപ്പം നമ്മൾ ഇവരുടെ മെമ്പർഷിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കർണാടകയിലൊക്കെ പോയിട്ട് ഒരു കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാ സഹായം, അതായത് നിങ്ങൾക്ക് നിയമസഹായം, അതുപോലെ തന്നെ നിങ്ങളെ മണ്ണിൻ്റെ pH ലെവൽ നോക്കി തരിക, അത് അവിടുത്തെ വെള്ളത്തിൻ്റെ സോഴ്സിൻ്റെ pH ലെവലൊക്കെ നോക്കി തരിക, അതുപോലെ തന്നെ അവിടേക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ചെയ്തു തരുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മേൻ്റെ അടുത്താണ് ഒരു ക്യാമ്പിനാണ് ഞാൻ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. അതിലൂടെ, അതായത് ഈ വീഡിയോ കാണുന്ന പലർക്കും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ പേടി കൊണ്ട് മാത്രമായിരിക്കും എങ്ങനെ അവിടെ പോയിട്ട് പുതിയൊരു സ്ഥലം എടുത്ത് കൃഷി ചെയ്യുക എന്നുള്ളത് അറിയാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ അവരെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെയ്യാത്ത തരം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനുള്ളതിപ്പം നമ്മളെ സ്റ്റേറ്റിലല്ല, കേരളത്തിലല്ല, ഞാൻ കർണാടകയിൽ ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇന്ന് ഞാൻ കുറച്ച് കർഷകരെ മീറ്റ് ചെയ്യാനും അവർ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പരിചയപ്പെടാനും അവരെ സഹായിക്കുന്ന ഒരു സംഘടനയെ പരിചയപ്പെടാനുമായിട്ടാണ് ഞാനിപ്പോൾ ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു സംഘടനൻ്റെ MD പുള്ളിക്കാരൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് എമിൻസൽ തോമസ് എന്നാണ്. ഞാൻ വയനാട് സ്വദേശിയാണ്. ഞാൻ രണ്ടുപേരും വയനാട്ടുകാർ തന്നെയാണ്. അപ്പോൾ അതെ, ഞാൻ ഈ സംഘടനയുടെ കീഴിലുള്ള ഒരു പ്രൊഡ്യൂസർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങളിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് അറിയുകയും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ ഒരു വാക്ക് ഞങ്ങളുടെ ഈ സംഘടനയെ പറ്റി പറയട്ടെ. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി കൃഷി ചെയ്യുന്ന ഏകദേശം 2000-ഓളം ആളുകൾ അടങ്ങിയ ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ പേര് യുണൈറ്റഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നാണ്. ഏകദേശം ഇന്ത്യയിലെ 5ഓളം സംസ്ഥാനങ്ങളിൽ, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഇത്രയും സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറത്ത് പോയി കൃഷി ചെയ്യുന്ന ആളുകൾ അംഗത്വം എടുത്തിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് കീഴിൽ ഉള്ള ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ വ്യത്യസ്തമായൊരു പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിൻ്റെ എയിം എന്താണ് ശരിക്കും? ഈ സംഘടനയുടെ എയിം നമുക്കറിയാവുന്ന പോലെ നമ്മളുമായിട്ട് യാതൊരു വിധത്തിലും താരതമ്യപ്പെടാത്ത സംസ്കാരങ്ങളുള്ള നാടുകളിലേക്ക് നമ്മുടെ ആളുകൾ പോകുന്ന സമയത്ത് അവരവിടെ നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ, അത് കാർഷികപരമായിട്ടായിരിക്കാം, മറ്റു വിഷയങ്ങളായിരിക്കാം. അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കിടയിൽ നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിവിധ വിഷയങ്ങളിൽ ഇടപെടുകയും അവരെ സഹായിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം മുതൽ ഇങ്ങോട്ടേക്ക് കാർഷിക മേഖലയിലുള്ള സഹായം കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതും പിന്നെ അതെങ്ങനെയൊക്കെയാണ് ഒരു ഉദാഹരണം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക? ഇപ്പോൾ ഞാനൊരു കർഷകൻ, വയനാട്ടിലുള്ള കർഷകൻ, ഇപ്പോൾ ഇവിടെ ബേഗൂർ വന്നിട്ട് ഒരു സ്ഥലം എടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഹെൽപ്പ് ആയിരിക്കും കറക്റ്റ് നിങ്ങൾ ചെയ്തു കൊടുക്കുക? അതായത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ അസോസിയേഷന് കീഴിലുള്ള ആളുകൾ കൃഷി ചെയ്യുന്ന
ഏരിയകളെ ബേസ് ചെയ്ത് ഓരോ ഏരിയ കമ്മിറ്റികൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഏരിയ കമ്മിറ്റികളിലും അംഗത്വം എടുത്തിട്ട് ആളുകൾ ആ ഏരിയ കമ്മിറ്റിയുടെ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ടാവും. ആ ഏരിയ കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ഒരു കമ്മിറ്റി ഉണ്ടാവും. അവർക്ക് ഉണ്ടാവുന്ന ഏതൊരു വിഷയവും, അത് കാർഷികപരമായിക്കോട്ടെ, ലാൻഡിന് എന്തെങ്കിലും പിന്നെ ലൈസൻസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആക്കി കൊടുക്കും. അതെ, അവർ എഗ്രിമെന്റ് ആയിക്കോട്ടെ, മറ്റ് നിയമസഹായങ്ങളായിക്കോട്ടെ, അവർ പെട്ടെന്ന് തന്നെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ പെട്ടെന്ന് അറിയിക്കുകയാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് തന്നെ ചുറ്റുവട്ടത്തുള്ള മലയാളി സൈഡിലെ ആളുകൾ അവിടെ എത്തിച്ചേരുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം പോലീസ് സ്റ്റേഷൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാവിധ സഹായങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും. പണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടൊരു സ്ഥലം എടുത്തത് കൃഷി ചെയ്യണമെങ്കിൽ കുറേ നൂലാമാലകളുണ്ട്. ഇപ്പൊ ഇവരുണ്ടായത് കൊണ്ട്, ഈ സംഘടന ഉണ്ടായത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ വന്നിട്ട് കൃഷി തുടങ്ങാം അല്ലേ? അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പം അതിന്റെ പുറമെ നമുക്ക് നടന്നുകൊണ്ട് സംസാരിച്ചാലോ? നമുക്ക് ഇന്നിപ്പോ ഇവിടുത്തെ അറിവ് എന്നാണ് ക്ലാസിന്റെ പേരിട്ടിരിക്കുന്നത് അല്ലേ? അറിവ്, ഇത് കന്നഡയിൽ അറിവിന് അറിവ് തന്നെ പറയാം കേട്ടോ. ഈ നാലെന്താണ്? അത് നമ്മൾ കഴിഞ്ഞ വർഷം ഇഞ്ചി കൃഷിയിൽ ഏറ്റവും ഒരു പ്രശ്നക്കാരനായി മാറിയ പൈരിക്കുലേറിയ എന്ന് പറയുന്ന രോഗം വന്നിരുന്നു. ഓക്കെ. ആ സമയത്ത് നമ്മളുടെ ഇവിടെയുള്ള കർഷകരെയൊക്കെ നമ്മളുടെ കൂട്ടായ്മയിലൂടെ ഉദ്ദേശിപ്പിച്ചു. പക്ഷേ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഈ സംഘടനയിൽ അംഗത്വമില്ലല്ലോ. ഓക്കെ. അവർ കേരളത്തിനുള്ളിലാണല്ലോ കൃഷി. അപ്പോൾ അവർക്ക് ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള മെഡിസിൻ പരമായിട്ടുള്ള വിജ്ഞാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ 3 സെമിനാറുകൾ നടത്തി. അതിന് അറിവ് 1, 2, 3 എന്നായിരുന്നു പേര്. ഇത് അറിവിന്റെ 4ാമത്തെ സെമിനാറാണ്. അല്ല, ഇത് മുന്നോട്ട് ഇതുപോലെ ഉണ്ടാവില്ല 5, 6 ഒക്കെ ആയിട്ട്. അതായത് നമ്മൾ പുതിയതായിട്ട് ഒരു രോഗം വരുന്ന സമയത്ത് നമ്മുടെ കർഷകർ പകച്ചു ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്ത് നമ്മൾ ഏറ്റവും വിദഗ്ധ ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി ഇതേപോലെയുള്ള സെമിനാറുകൾ വിളിച്ചു കൊടുക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇതിപ്പം ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ എത്തിക്കാണത്തുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇതിലിപ്പം പിന്നെ ഇതെടുക്കാൻ പറ്റും, മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും 18 വയസ്സ് പൂർത്തിയായ ആർക്കും കർഷകനാണെങ്കിൽ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്ത് കോൺടാക്ട് എങ്ങനെ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് സംഘടനയുടെ ഓഫീസ് നമ്പർ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ കൊടുക്കാം. അതോടൊപ്പം സംഘടനാ അംഗത്വം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഷെയറുകൾ എടുക്കാം. ഓക്കെ. കമ്പനി ആളുകളുടെ ഷെയർ വിഹിതത്തിലൂടെ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയാണ്. സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. ഓക്കെ. ഏകദേശം നിലവിൽ നമുക്ക് 20 കോടി രൂപയുടെ ടേൺ ഓവറാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അറിവിനെ കുറിച്ച് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അതായത് ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിലോട്ട്, അതായത് ഇവരുടെ സംഘടനയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രോഗ്രാമിൽ വരികയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം. നിങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഉണ്ട്. എന്താണ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് കൃഷിയുടെ സംബന്ധമായിട്ട്, അതായത് മണ്ണിലാണല്ലോ ഒരു ചെടി വളരുക. ആദ്യം നമ്മൾ മണ്ണ് സംബന്ധമായിട്ട് നമ്മളുടെ കർഷകർക്ക് കൃത്യമായിട്ട് അറിവുണ്ടാവണം. 2, ചെടി എന്താണ്, ആ ചെടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അത് അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ എന്താണ്, അത് ന്യൂട്രീഷൻസിൻ്റെ കുറവായിരിക്കാം, അതിന് വരുന്ന രോഗകീട ബാധകളായിരിക്കാം, അതിനെല്ലാം ഏത് രീതിയിൽ തരണം ചെയ്യണം എന്നുള്ളത് പച്ചക്കറി മുതൽ വാഴ മുതൽ മറ്റെല്ലാ ക്രോപ്സിനും ഉള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഏറ്റവും അതിനൂതനമായിട്ടുള്ള പുതിയ ജനറേഷൻ മെഡിസിൻസിനെ പരിചയപ്പെടുത്തലുമാണ് ഇവിടെ. ഓക്കെ. അതായത് പുതിയ കർഷകരുണ്ടാവും, അതുപോലെ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർക്കുണ്ടാവും. പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഒരു നല്ല ബെനിഫിറ്റ് ആയിട്ട് അവർക്കൊരു പ്രൊഡക്റ്റിലോട്ട് മാറ്റുക എന്നുള്ളത് ചിലപ്പോൾ അറിയത്തുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സംഘടനയിൽ ചേരുകയാണെങ്കിൽ, ഇതുപോലത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളെ സോയിൽ ഇവർ ചെക്ക് ചെയ്ത് തരും. അതുപോലെ നിങ്ങളെ ക്രോപ്പ് അത് കറക്റ്റ് ആണോ, അതിന് എന്ത് ന്യൂട്രീഷനാണ് വേണ്ടത്, അതുപോലെ തന്നെ അതിന് എന്ത് ഡിസീസാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. അത് മാത്രമല്ല, സോയിൽ മാത്രമല്ല, വെള്ളം വാട്ടറിൻ്റെ pH കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. മണ്ണിന് ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കൃഷികൾ നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ pH കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ആരോഗ്യത്തോടുകൂടി ഒരു ചെടി വളരുകയുള്ളൂ. ഓക്കെ. നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇനി അടുത്ത വട്ടം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമ്മളെ ക്യാമ്പിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പം സാറിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. നമ്മളുടേത് ഇന്നത്തെ ക്യാമ്പ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാമ്പാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നമുക്കൊന്ന് അവിടെ വരെ നടന്നാലോ? നടക്കാം. ഞാൻ പറഞ്ഞു തരുന്ന ഇതാണ്. ഇത് നമുക്ക് ഒരു കർഷകന് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ ആരോഗ്യമുള്ളൊരു ചെടിയാണ്. ഈ ചെടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഒരു കരിച്ചിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കൃഷി ചെയ്യുന്ന കർഷകൻ വിചാരിക്കും വെയിൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ ഇതിന് പ്രശ്നം കിടക്കുന്നത് ഇതാണ്. ഇത് നമ്മൾ നെമാറ്റോഡ് എന്ന് പറയും. അതായത് ഈ വേരിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന ഒരു ബാക്ടീരിയയാണ്. ഇത് പോയിട്ട് ഈ വേരുകളെ മുഴുവൻ ഡാമേജ് ചെയ്തു. ഇതുണ്ടോ, ഈ വേരിൻ്റെ അറ്റമെല്ലാം പോയി.
ഇനി ഇതിന് ഒരു സാധനവും ഈ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും അത് ഇവിടെ കാണിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതിവിടെ ഏകദേശം കാണിച്ചു തുടങ്ങി. ഇനി ഇത് ഈ നിപ്പ് നിൽക്കുക എന്നല്ലാതെ ഇനി ഒരു വർഷം കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളുടെ കർഷകർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാലും നമുക്ക് ഇതിനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സാമ്പിളുമായിട്ട് വന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് ക്രോപ്പ് സ്കാൻ സോൺ നടക്കാൻ കൂടി നടക്കാം. ഇവിടെ ഈ ക്രോപ്പ് സ്കാൻ സോണിൽ ഇത് ഡോക്ടർ ഡിനു ഫ്രാൻസിസ് അവരിവിടെ വന്ന് നിങ്ങളോട് പറയും നിങ്ങളുടെ പ്രോബ്ലം എന്താണ്. ഒരുപക്ഷെ അത് ന്യൂട്രീഷൻ്റെ കുറവാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസ് ആവാം, അല്ലെങ്കിൽ നെമാറ്റോഡ് ആൻഡ് പാരസൈറ്റിസ് അതിൻ്റെ കൗണ്ടർ അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ചെടിയാണെങ്കിൽ ഇതേ നേരെ വിടുക നെമറ്റോഡ് ആൻഡ് പാരസൈറ്റിസ്. ഓക്കെ, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാഷ്വാലിറ്റി എങ്ങനെയാണോ അതുപോലെയാണത്. കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മളെ പല സ്ഥലത്തോട്ട് നമ്മളെ രോഗം എന്താണെന്ന് കറക്റ്റ് തിരിച്ചറിഞ്ഞതിന് ശേഷം ഓരോ സ്ഥലത്തോട്ട് വിടും. ഞാൻ പറയുന്ന ഈ ഒരു സോൺ ഇവിടെ നെമറ്റോഡ്, അതായത് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ആ പ്രോബ്ലം എന്ന് പറയുന്നത് നെമറ്റോഡാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പാരസൈറ്റിസുകൾ ഏത് തന്നെയായാലും അത് അതിൻ്റെ എക്സ്പേർട്ടാണ് ഡോക്ടർ ചന്ദന, ഡോക്ടർ റംസീന, ഡോക്ടർ അഭിഷേക്. അവർ നിങ്ങൾക്ക് അതിനുള്ള മാർഗനിർദ്ദേശം നൽകുകയും എത്രയും പെട്ടെന്ന് അത് ക്യൂർ ആവാനുള്ള മെഡിസിൻസ് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന കമ്പനിയുടെ അതൊന്നുമില്ല, ഇന്ന ടെക്നിക്കൽ ഉള്ള സാധനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഫാർമർ വാങ്ങുക, അദ്ദേഹം ഉപയോഗിക്കുക. ഇതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അതേപോലെ തന്നെയാണ് അടുത്തൊരു കൗണ്ടർ ക്രോപ്പ് പ്രൊട്ടക്ഷൻ. അതായത് ചെടികൾക്ക് വരുന്ന വിവിധങ്ങളായ രോഗങ്ങൾ അതിൻ്റെ ഇതാണ് ചാർട്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അത് തക്കാളിക്ക് വരുന്ന രോഗങ്ങളാണ്. ഇലകളിൽ, കായ്കളിൽ, ഇപ്പറേ ഓരോരോ ക്രോപ്പിൻ്റെ ഉണ്ട്. വഴുതനങ്ങയുണ്ട്, അതേപോലെ കുക്കുംബറുണ്ട്, അതിന് വരുന്ന മൊസൈക്ക് രോഗം, മത്തങ്ങയ്ക്ക് വരുന്ന രോഗം, അതിൻ്റെ നെമറ്റോഡ്. ഈ പ്രോബ്ലംസ് അവരവിടെ നിന്നും കാണുന്ന സമയത്ത് ആ കൗണ്ടറിലേക്ക് വിടുകയും അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തതിനും ചെയ്യും. ഇത് എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ നമ്മൾ കൃഷിനെ കാണുകയാണെങ്കിൽ, അതായത് നമ്മളുടെ കൃഷി എന്ന് പറയുന്നത് ഏകദേശം 1700-കളിൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് കണ്ടുപിടിച്ച ബോഡോ മിശ്രിതത്തെ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാർഷിക സർവകലാശാലകൾ നിയന്ത്രിക്കുന്ന കേരളത്തിലെ ഫാർമേഴ്സിന് 8ാം തലമുറയിലും 9ാം തലമുറയിലും പെട്ടിട്ടുള്ള സ്ട്രോബിൻ ഗ്രൂപ്പിലും കൊണാസോ ഗ്രൂപ്പിലും പെട്ടിട്ടുള്ള അതിന്യൂനത കാർഷിക അറിവുകൾ പകർന്നുകൊണ്ട് കാർഷിക രംഗത്തേക്ക് ഒരു ബെറ്ററായിട്ടുള്ള ഒരു സംസ്കാരത്തെയും ബെറ്ററായിട്ടുള്ള ഒരു കാർഷിക രീതിയെയും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ ഇപ്പോൾ ഇത് ന്യൂട്രീഷൻ കൗണ്ടറാണോ? തീർച്ചയായിട്ടും ഇത് ന്യൂട്രീഷൻ കൗണ്ടറാണ്. അവിടെ വെച്ചിരിക്കുന്ന ആളുകളും ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവർ ആ മേഖലയിൽ എക്സ്പേർട്സ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സാമ്പിൾസിന് അതിൻ്റെ ഇല പരിശോധനകൾ തന്നെ ഏത് മൂലകങ്ങളുടെ കുറവാണെന്നുള്ളത് അവിടെ നിന്ന് പറയും. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മഗ്നീഷ്യം ആവാം, സിങ്ക് ആവാം, അയൺ അതായത് ഫെറസ് ആവാം, മാംഗനീസ് ആവാം, അത് ഏതാണെന്നുള്ള അവർ കണ്ടുപിടിച്ചിട്ട് ആ സാധനം ഒരു ബാരലിലേക്ക് ഇത്ര ml നിങ്ങൾ മിക്സ് ചെയ്ത് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രോബ്ലം സോൾവ് ആവുന്നുള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത വട്ടത്തെ ക്ലാസ്സും ഇവിടെ തന്നെയാണോ നടക്കുക, ഡിഫറെൻറ്റ് പ്ലേസിലാണോ? അത് നമ്മളൊരു 3-4 മാസം കൂടുമ്പോൾ ഇങ്ങനെയുള്ള അറിവ് ക്യാമ്പുകളാണ് നടത്താറുള്ളത്. ഓരോ തവണയും ഓരോ സബ്ജക്റ്റാണ് നമ്മൾ ചെയ്യുക. ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഈ നെമറ്റോഡ് എന്ന് പറയുന്ന വേരിലൂടെ കടന്നു കയറുന്ന ഈ ഒരു കീടബാധയും അതോടൊപ്പം തന്നെ ഈ പച്ചക്കറി കൃഷിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുമാണ്. മെയിനായിട്ട് അത് ഉണ്ടാവാനുള്ള കാരണം ഈ വർഷത്തെ മഴക്കുറവും, മഴ കുറയുകയും എന്നാൽ കാർമേഘം മൂടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി മണ്ണിലുള്ള ധാരാളം കീടാണുക്കളെ ഭയങ്കരമായിട്ട് വളരുന്നതിനുള്ള ഒരു പ്രത്യേക ക്ലൈമറ്റ് രൂപപ്പെടുന്നത്. അതുമൂലം കൃഷിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിലവിലുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് ഈ ക്യാമ്പ്. ഒരുപക്ഷെ 2 മാസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പുതിയ രോഗം കാണുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് സംബന്ധമായിട്ട് ക്യാമ്പുകൾ നടത്തും. ഓക്കെ, അപ്പോൾ ഈ സേവനങ്ങൾക്കൊക്കെ എന്താണ് ഇവർ ചെയ്യേണ്ടത്? കറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്ട് എങ്ങനെയാണ് ചെയ്യണം? അത് 2 രീതിയിലാണ്. കേരളത്തിൽ മാത്രം കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിവ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അസോസിയേഷൻ്റെ കീഴിലാണ്. ആ അറിവ് വാട്സപ്പ് കൂട്ടായ്മയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ അവർ അംഗങ്ങളാവുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെയുള്ള ക്യാമ്പുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൽ നിന്ന് വരുന്ന കാർഷിക അറിവുകളുടെ വീഡിയോസ് എല്ലാം നമ്മൾ അതിൽ പങ്കുവെക്കുന്നുണ്ട്. പിന്നെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ മെമ്പർഷിപ്പ് IT വിങ്ങിൻ്റെ നമ്പർ തരും. ഏകദേശം അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ ലീഡ് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ നമുക്ക് IT വിങ് ഉണ്ട്, മെമ്പർഷിപ്പ് കമ്മിറ്റി ഉണ്ട്,
അവരല്ല, എന്നാൽ യാതൊരുവിധ ലാഭേച്ഛമില്ലാതെ പ്രതിഫലമില്ലാതെ കർഷകർക്ക് വേണ്ടി സർവീസായിട്ട് പ്രവർത്തിക്കുന്ന സർവീസാണ്. മെമ്പർഷിപ്പ് ഫീ 1000 രൂപയുണ്ട്. അത് വർഷാവർഷം പുതുക്കേണ്ടതാണ്. 600 രൂപയാണ് ഒരു വർഷത്തിൽ അത് പുതുക്കുന്നതിന് വരുന്നത്. സർവീസുകളെല്ലാം നല്ലതാണത്. പിന്നെ ഇതിന്റെ പുറമെ തന്നെ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ കമ്പനിയിലെ എല്ലാ പ്രോഡക്റ്റും ഇല്ല, നമ്മൾക്ക് എന്താണോ ആവശ്യം, ആ സമയത്തുള്ള രോഗത്തിന് എന്താണോ ആവശ്യം അതുമാത്രം നമ്മളിവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത് തന്നെ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതിനെ കഴിഞ്ഞ് 15% വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ആ പ്രോഡക്റ്റ് ഇവിടെ അതെങ്ങനെ ഡെലിവറി ഉണ്ടോ? ഫ്രീ ആയിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ വന്ന് മേടിക്കണോ? അങ്ങനെ എന്തെങ്കിലും വന്ന് മേടിക്കണം. പിന്നെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ VRL സപ്ലൈ ചെയ്യും. ധാരാളം ആളുകൾ നമുക്ക് ഇടുക്കി മുതൽ ഇങ്ങോട്ടേക്ക് ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇരിക്കുലേറി പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള മരുന്നുകൾ എത്തിക്കാറുണ്ട്. വയനാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വണ്ടിയെടുത്ത് 3-4 കർഷകർ ഒരു ജീപ്പ് എടുത്ത് ഇവിടെ വന്ന് അവർക്കുള്ള സാധനങ്ങൾ മേടിച്ച് അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു UFPA എന്ന് പറയുന്ന ഫാമേഴ്സ് സംഘടനയുടെ അണ്ടറിൽ വരുന്നതാണ് UFPCO എന്ന് പറയുന്ന കമ്പനി. അപ്പം അതിൻ്റെ ഓഫീസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്. ആ കമ്പനിയുടെ ചെയർമാൻ അകത്തുണ്ട്. നമുക്ക് പുള്ളീനോട് പോയിട്ട് എന്താണ് കമ്പനീൻ്റെ എയിം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫാമേഴ്സിന് ഇതെങ്ങനെ ഹെൽപ്ഫുൾ ആവുക എന്നുള്ളത് ഒന്ന് ചോദിച്ചറിയാം. പുള്ളി തിരക്കാണ് കേട്ടോ. ഹായ്, നമസ്കാരം. അപ്പം പുള്ളിയാണ് നമ്മളെ ഇതിൻ്റെ ചെയർമാൻ. പേര് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ബേബി PT. ഇത് ഉഫ്കോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനാണ് ഞാൻ. UFPA എന്ന കർഷക സംഘടനയിലുള്ള കൃഷിക്കാർക്ക് വേണ്ടത്ര ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംഘടന രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഉഫ്കോ പ്രൊഡ്യൂസർ കമ്പനി. UFPA എന്ന കർഷക സംഘടനയ്ക്ക് കീഴിൽ നമ്മളെ കമ്പനി ആരംഭം കുറിച്ചിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ കമ്പനിയുടെ പ്രവർത്തനം നടന്നു പോകുന്നു. കർഷകർക്ക് വേണ്ടി നല്ല രീതിയിൽ കർഷകരുടെ ഇടയിൽ വളമായിട്ടും ഇൻസെക്ടിസൈഡ്, ഫംഗസൈഡ്, അതേപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായ അത്യാവശ്യപ്പെട്ട ജൈവവളം അടക്കം, ബയോ ഓർഗാനിക് ഓൺ പ്രൊഡക്റ്റായ ജൈവവളം അടക്കം നമ്മൾ ഈ കമ്പനി ഉൽപ്പാദിപ്പിച്ച് കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പ്രധാനമായും ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഉദ്ദേശം എന്ന് കഴിഞ്ഞാൽ മറ്റ് കച്ചവടക്കാരിൽ നിന്നുള്ള ചൂഷണത്തിൽ നിന്നും കർഷകരെ ഒരു പരിധിവരെ നമ്മൾ രക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ബൾക്കായിട്ട് ഈ കമ്പനി പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ കുറഞ്ഞ വിലയ്ക്ക് കർഷകരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കച്ചവടക്കാർ പറയുന്ന വിലയിൽ നിന്നൊക്കെ താത്തി നമുക്ക് കർഷകരുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരു കമ്പനി ആകുമ്പോൾ പലതരത്തിലുള്ള മറ്റ് മരുന്ന് കമ്പനിക്കാരും ഒക്കെയായിട്ട് റിലേഷൻ കണ്ടെത്താനും അതേപോലെ തന്നെ അവരിൽ നിന്നുള്ള അറിവുകൾ നമുക്ക് കർഷകരിൽ എത്തിച്ചു കൊടുക്കാനൊക്കെ കമ്പനി മുഖാന്തരം സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കമ്പനി ആരംഭിച്ചിരിക്കുന്നത് കർഷകരിൽ നിന്നുള്ള ഷെയറുകൾ ശേഖരിച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ കമ്പനി നടത്തുന്നതുകൊണ്ട് നമ്മൾക്കൊരു ലാഭം ഇതിൽ കിട്ടുകയാണെങ്കിൽ അത് ഈ ഷെയറായിട്ട് നമുക്ക് സാമ്പത്തികം തന്നിരിക്കുന്നവരിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പം കർഷകരുടെ ഇടയിലേക്ക് തന്നെ ഒരു ബിസിനസ് തരത്തിലൂടെ ഒരു സാമ്പത്തികം കൂടി എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇത് 3-ാം വർഷമാണ്. ഇനി അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വിപുലപ്പെടുത്തി മുന്നേറാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് 11 പേരാണുള്ളത്. അതോടെ തന്നെ ഒറ്റക്കെട്ടായി തന്നെ MD മിഷൻ തോമസ്, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാം ഒരേപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലിലൂടെ ഈ കമ്പനി വിജയത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇനി മുന്നോട്ടേക്കും ഇതിൻ്റെ വിജയങ്ങൾ തന്നെ കർഷകരുടെ ഇടയിൽ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് എല്ലാവിധ ഇതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രയത്നിക്കും എന്ന് തന്നെ ഉറപ്പ് പറയുകയാണ് ഒരു കമ്പനി ചെയർമാൻ എന്ന നിലയിൽ. കമ്പനിക്കും അതേപോലെ തന്നെ സംഘടനയ്ക്കും എല്ലാവിധ ആശംസകളും ഇതോടൊപ്പം തന്നെ പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കർഷകരാൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയും കമ്പനിയുമാണിത്. ഇതെന്തുകൊണ്ടും കർഷകരുടെ ഇടയിൽ വിജയം കണ്ടെത്താൻ കഴിയും. കർഷകരിലൂടെ പല മരുന്നുകൾ നൽകുന്നതിലൂടെ പല വിളകളിലൂടെ പുതിയ കീടങ്ങൾ അല്ലെങ്കിൽ കേടുകളൊക്കെ ഉള്ളതിൽ നിന്ന് മാറ്റി പുതിയ കൃഷി രീതിയിലേക്ക് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കൃഷിയായിട്ട് ഒരു ബന്ധമില്ല. അപ്പം ഞാനാണെങ്കിലും എൻ്റെ പേരൻസ് ആണെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്, വയനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നല്ലാണ്ട് എനിക്കിതിനായിട്ടൊരു ടച്ചില്ല. പക്ഷെ ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് കൃഷിക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്.
കാരണം നമ്മളിങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്, കർഷകരെന്താ ചെയ്യുന്നത്, ഇത് എവിടുന്നാണ് വരുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ ഞാൻ മീറ്റ് ചെയ്ത കുറേ ആൾക്കാർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ തരത്തിൽ 50 ഏക്കറ 100 ഏക്കറ അതുപോലെ 20 ഏക്കറൊക്കെ ഇഞ്ചി കൃഷി, വാഴക്കൃഷി, പല കൃഷിയും ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഇവിടെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. എല്ലാം നമ്മൾ കണ്ടാൽ പറയില്ല, എല്ലാവരും സാധാരണക്കാരായിട്ട് ഇങ്ങനെ കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇങ്ങനൊരു സംഘടന ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരൊരു കൂട്ടായ്മ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരപ്പോൾ ഒത്തുചേർന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പം കർണാടകയിലൊക്കെ ഏറ്റവും എടുത്തൽ, അതായത് ഞാനൊക്കെ കർണാടകയിൽ ഇപ്പോൾ ഒരു കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും ഞാൻ എന്താ വിചാരിക്കുക, അയ്യോ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും, അവിടുത്തെ ലോക്കൽസായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ആരെ വിളിക്കും. അപ്പോൾ ഈ സംഘടന ഉണ്ടായതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഏരിയത്തെ ബാക്കിയുള്ള ഫാമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെ 2-3 പേരുള്ളൂ എന്നില്ലേ, ഈ കാണുന്നതിൽ പകുതിയും പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഫാമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് അവർ തന്നെ ആ പ്രശ്നങ്ങൾ അപ്പം, അതായത് ചിലപ്പം നിങ്ങളെ ലാൻഡിന് എന്തെങ്കിലും ലീഗൽ പ്രശ്നം ഉണ്ടാവും, ഇല്ല അവിടുത്തെ ലോക്കൽസായിട്ട് നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ലോക്കൽസായിട്ട് ചിലപ്പം വരിക, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ സൊല്യൂഷൻ നിങ്ങളെ ഇപ്പോൾ ഇഞ്ചിക്ക് എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഒക്കെ വന്ന് പെട്ടെന്ന് തന്നെ ഇവർ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അതായത് നിങ്ങൾക്ക് പേടിക്കാണ്ട് ജീവിക്കാം. അപ്പോൾ ഞാനിത് പറയാം, ഈ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിന് വൺ ഓഫ് ദി ബെസ്റ്റാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും കർണാടകയിലും അതർ സ്റ്റേറ്റിലൊക്കെ വന്ന് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ജസ്റ്റ് ഇവരെ കോൺടാക്ട് നമ്പറിൽ ആദ്യം ഒന്ന് കോൺടാക്ട് ചെയ്യുമൊക്കെ. ഇവർ ഫ്രീ ആയിട്ട് സർവീസ് നിങ്ങൾക്കുള്ള ഒരു മോട്ടീവ് ഇവർ തരും കേട്ടോ. പിന്നെ ഇവരുടെ പ്രൊഡക്ട്സും, അതായത് ഇവർ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി മൊത്തം ഓർഗനൈസ് ചെയ്യുന്ന ഫാമേഴ്സാണ്. അപ്പോൾ അവർക്കറിയാം എന്ത് ടൈപ്പിലുള്ള പിന്നെ ബാക്ടീരിയക്ക് എതിരുള്ള മരുന്ന് വേണമെന്നുള്ളത് ഇവർക്ക് പക്കായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പെട്ടെന്നായിട്ട് നടക്കുന്നത്. അപ്പം ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. സോ അടുത്ത വട്ടം ഇതേപോലത്തെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരു പോസ്റ്ററാക്കി ഇട്ടേക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ.